ആരത് നേരം പുലരുന്നതിനും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. രമേശൻ നാശം. വിദ്യേ, എടി വിദ്യേ. ഓ തുടങ്ങി. എടി വിദ്യ ഒന്നിങ്ങ് വന്നേടി. ചായക്കായിരിക്കും. എടി വിദ്യേ. എന്തോന്നാ മനുഷ്യ? അത് ശരി, എന്നെ വിളിച്ചിട്ട് നിങ്ങൾ തന്നെ കിടന്നുറക്ക. എന്തിനാ നീട്ടി വിളിച്ചേ? വിദ്യന്ന് വിളിച്ചല്ലോ നേരത്തെ. രമേശൻ വന്നിട്ടുണ്ട്. രമേശൻ സാധനം കൊണ്ടുവന്നതല്ലേ? സാധനം നിങ്ങൾക്ക് പോയി വാങ്ങിച്ചൂടായിരുന്നാ? നിങ്ങളുടെ ഒരു ഉറക്കം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. രമേശ, ഞാൻ വരുന്നു. ഒന്നും കൂടെ അനങ്ങി നടക്കേച്ചി. ആ ചെങ്ങാതി അവിടെ വെറുതെ നോക്കിയിരിക്കാല്ലേ. ഒന്നാ കടയിലേക്ക് വന്നൂടെ? ഈ നല്ല തിരക്കുള്ള നേരത്ത് കടയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്ത് ചെയ്യാനാ രമേശ? ഉള്ള പണിയും കളഞ്ഞ് വീട്ടിലിരിക്കുക. ആരോട് പറയാനാ? ഇതുപോലത്തെ ഒരു മടിയാണ് ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് അനങ്ങാൻ പറ, അല്ലെങ്കിൽ പിത്തം വന്ന് ചത്തുപോകും. ആ പുള്ളീനോട് വില പണിക്കും പോകാൻ പറ. ഞാൻ വീട്ടിലുള്ളപ്പോ ഇതാണ്. അപ്പൊ ഞാൻ ജോലിക്കും കാണാൻ പോയാൽ എന്തായിരിക്കും? ഈ നരകത്തി എന്തായിരുന്നടി അവിടെ ഒരു ചിരിയും സംസാരമൊക്കെ? എന്താ? അവനാള് ശരിയല്ല കേട്ടാ. നിങ്ങൾക്ക് എല്ലാരും സംശയം. നിങ്ങളോ കടയിൽ പോണില്ല. പിന്നെ ആ രമേശനാണ് സാധനം കൊണ്ട് തന്നെ. ഇനി അതും കൂടി ഇല്ലാണ്ടാക്ക്. എന്തായിരുന്നു വിളിച്ച? സുഖോ? മോട്ടറല്ലേ വർക്കാകുന്നില്ല. ഒന്ന് ചോദിക്കോ നീ? അത് പിന്നെയും പോയാ. ആ മോട്ടർ ഒന്ന് ഓണാക്കിയേ. മോട്ടറിന് എന്താ കംപ്ലൈന്റ്? ഞാൻ അന്നേ പറഞ്ഞല്ലേ, ഇത് പഴയതായെന്ന്. ഇത് വലിക്കുന്നൊന്നുമില്ല. പിന്നെ എങ്ങനെ വെള്ളം വരാന്? താൻ കൂടുതൽ വലിപ്പിക്കണ്ട. ചെയ്ത പണിയുടെ കാശും പിടി പോകാൻ നോക്കടാ. നിങ്ങൾ കാരണം ഒരാളെ പണിക്ക് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അതെ, നീ ഇയാളില്ലാത്ത സമയത്ത് തന്നെ വിളിച്ചാൽ മതി കേട്ടാ. കണ്ട അവന്റെ മനസ്സിരിപ്പ്. ഒന്നും ശരിയല്ലടി. പിന്നെ നിങ്ങക്ക് പിന്നെ എല്ലാരെയും സംശയം. വീട്ടിലെ പണി, ഓഫീസിലെ പണി, ഞാൻ മടുത്ത്. എന്താ? നിങ്ങളൊന്ന് പോയാട്ടെ, എനിക്കിവിടെ ഒരു 100 കൂട്ടം പണിയുണ്ട്. ഒന്നുമില്ല, ഞാൻ നിന്റെ ഭർത്താവല്ലേ. കുറച്ച് സ്നേഹനോട് കാണിക്കടി. ഓ, ഒരു ഭർത്താവ് എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. നീ അപ്പുറത്തെ വീട്ടിലെ ബാബുവിന്റെ ഭാര്യ നോക്കി. അവൾ എത്ര സ്നേഹത്തോടെ പെരുമാറുന്നത്. അതുപോലെ നിനക്ക് എന്നോട് പെരുമാറിക്കൂടി. ബാബുവിന്റെ ഭാര്യ ബാബുവിനോട് സ്നേഹത്തോടെ പെരുമാറും. ബാബു പണിക്ക് പോകുന്നുണ്ട്, വീട്ടിലെ കാര്യം നോക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. നിങ്ങളാണെങ്കിൽ ഒരു പണിക്ക് പോകുന്നുമില്ല, വീട്ടിലുള്ള ഒരു പണി ചെയ്യുന്നുമില്ല. ഞാൻ വീട്ടിലെ പണിയെടുത്താ നീ എന്നോട് സ്നേഹത്തോടെ പെരുമാറുമോ? പെരുമാറും. എന്നാ ഇന്നത്തെ എല്ലാ പണിയും ഞാൻ എടുത്തോളാം. ശരിക്കും? ശരിക്കും. നിന്റെ പരാതി ഉണ്ടല്ലോ, ഞാൻ ഒരു പണിയും ചെയ്യുന്നില്ല. അത് ഞാൻ ഇന്നത്തെ കൊണ്ട് തീർക്കും. തീർക്കുവാ? തുടങ്ങിക്കോ.
പൊളിക്കും. വേഗം വരണോട്ടാ, അലക്കാനുണ്ട്. അയ്യോ. വാഷിംഗ് മെഷീൻ കംപ്ലൈന്റാ. എന്നോടാ കളി. കഴിഞ്ഞോ? കഴിഞ്ഞു. ചേട്ടന് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇതൊന്നും ഒരു കഴിവല്ല മോളെ. എന്റെ യഥാർത്ഥ കഴിവ് വരാൻ പോകുന്നേ ഉള്ളൂ.